ശുചീകരണ പ്രവർത്തനങ്ങൾ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. നാട്ടിൽ പിന്നെ ഓരോ പ്രദേശത്തുള്ള ജനങ്ങൾ കൂടെ അവരെ സഹായിക്കുന്നുണ്ട്. ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ അതിന് രാഷ്ട്രീയ നിറം കൊടുക്കുവാനും ഇത് ഞങ്ങൾ ചെയ്യുകയാണ്, ഗവൺമെൻറ് ചെയ്യുന്നില്ല എന്നെല്ലാം വരുത്തി തീർക്കുന്നതിനുള്ള പ്രശ്നം നടത്തുന്നുണ്ട്. നല്ല ശബ്ദം, നല്ല ശബ്ദം. കോർപ്പറേഷന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിൻ്റെ ഉത്തരവാദിത്വമാണ്. ബാക്കി പിന്നെ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് കുറ്റമറ്റതായി തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എന്തോ വലിയ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം നടത്തുന്നുണ്ട്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എന്ത് ചെറിയൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാലും അതൊരു ഗവൺമെൻറ് വിരുദ്ധ ഒരു പ്രശ്നമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ചില കോണുകളിൽ നിന്നുണ്ടാവുന്നുണ്ട്. അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിയില്ല. ഗവൺമെൻറ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ശുചീകരണത്തിന് പങ്കെടുത്തിട്ടുണ്ടല്ലോ. പുതിയ കാര്യമല്ലല്ലോ എനിക്ക്. പുതിയൊരു കാര്യമായിട്ട് നിങ്ങൾ കാണുമ്പോൾ തോന്നുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കോർപ്പറേഷനോടൊപ്പമുള്ള ശുചീകരണം തന്നെയാണിത്. തീർച്ചയായിട്ടും ഇവിടെ കോർപ്പറേഷൻ കൗൺസിലർമാരുണ്ട്, ഇവിടെ മുൻ മേയറുണ്ട്, മുൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്. നമുക്ക് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ എല്ലാ പേരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണല്ലോ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. നേരത്തെ വലിയ ട്രോളുകൾ ഇറക്കിയ ആളുകൾ തന്നെ ഇപ്പോൾ അതേ പാതയിലേക്ക് എത്തുകയാണ്. എല്ലാ കാര്യങ്ങളും അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് വികസന പ്രവർത്തനവും ആദ്യം എതിർക്കുക, ട്രോളർ ഇറക്കുക, പിന്നെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് വരുന്ന അവസരത്തിൽ പിന്നെ മിണ്ടാതിരിക്കുക. ഇതാണ് സംഗതി. ഭയങ്കരം തന്നെ. അപ്പൊ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. ഗ്ലൗസ് കിട്ടിയല്ലേ? ശരി ശരി, എല്ലാവരും ഗ്ലൗസ് കിട്ടും. ഞങ്ങളുണ്ട്, ഞങ്ങൾ ഇവരുടെ കൂടെ രാത്രി എത്ര മണിക്ക് ഇവരെല്ലാവരും വീട്ടിലെത്തിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. ഞാനുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെല്ലാവരും ഓരോ സ്ഥലത്തുണ്ട്, കോർപ്പറേഷൻ സെക്രട്ടറി ഉണ്ട്, ഹെൽത്ത് ഓഫീസർ, ഹെൽത്ത് സൂപ്പർവൈസർമാർ, ഞങ്ങളൊക്കെ തന്നെ ഇവരോടൊപ്പം. ഇവരെന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് അതോടൊപ്പം ഇവരോടൊപ്പം ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഞങ്ങളൊക്കെ ക്ലീനിങ്ങിന് കൂടും. ഇവർക്ക് എല്ലാം ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ഗ്ലൗസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ക്ലീനിങ് പൂർത്തിയാക്കും. ഇവർ നന്നായിട്ട് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കൂടുതൽ ആൾക്കാർ നന്നായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കി നഗരം കഴുകി വൃത്തിയാക്കി ജനങ്ങൾക്ക് പ്രവർത്തന സജ്ജമാക്കി ഏൽപ്പിക്കും.